മേക്കപ്പ് ഇടാത്തൊരൊറ്റ കുട്ടി പുറത്തിറങ്ങുന്നില്ല. ഓരോ നിങ്ങൾ നാട്ടിലുള്ള നമ്മുടെ അധ്യാപകരോട് ചോദിച്ചു നോക്ക്, ഇതെന്ന് തുടങ്ങിയത്, ഇതാരാ കൊടുത്തയക്കുന്നത്? നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളാണ്. ആരത് വാങ്ങിക്കൊടുത്ത? ഡ്രസ്സ് മാത്രമല്ല, ഈ മേക്കപ്പ് സെറ്റ് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളുടെ പുസ്തക സഞ്ചിയിൽ, അവരുടേതായ ഈ തോൾ സഞ്ചിയിൽ ഇതാരാ കൊടുത്തത്? എവിടുന്നാ അവർക്ക് പണം കിട്ടിയത്? ചില്ലറ പൈസക്ക് കിട്ടുമോ ഈ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ? എന്താ അതിൻ്റെ വില? ഒരു കോസ്മെറ്റിക് സാധനം, ഒരു സാധനത്തിന് എന്താ വില? എത്രയാണത് ഉപയോഗിക്കുന്നത്? എല്ലാവരുടെ കയ്യിലും ജോമെട്രി ബോക്സ് നമ്മൾ പണ്ട് കൊണ്ട് നടക്കുന്നത് പോലെ ഇന്ന് പുസ്തക സഞ്ചിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേക ബോക്സുമായിട്ടാണ് പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ പോകുന്നത്. ആ കുട്ടികളെ നിങ്ങൾ ഇപ്പം പിടിച്ചിട്ടില്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി അത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൊന്നുമില്ല. എത്ര ആളുകളാണെന്ന് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകൾ മനുഷ്യന്റെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, ലിവറിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ വയലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെയുള്ള എത്ര ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോസ്മെറ്റിക്സ് കാരണത്താൽ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ബാധിക്കുന്ന കേടുപാടുകൾ എത്ര ആള് പറഞ്ഞിട്ടെന്താ? ഒന്നാലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മളൊക്കെ വീടുകളിൽ നിന്ന് ഈ നിലക്കുള്ള ഭയങ്കരമായ നിലക്ക് ഈ മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. മേക്കപ്പ് ചെയ്യാതെ ഒറ്റ കുട്ടി പുറത്തേക്ക് ഇറങ്ങൂല. മേക്കപ്പ് സാധനങ്ങൾ, അത് റൂഷ്, മസക്കാര, മറ്റത് മറിച്ചത്, പീലി ഇങ്ങനെ വിടർത്തുന്നത്, കാട് തൂക്കണത്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാ തരികടി. പെണ്ണ് കാണാൻ വരുമ്പോൾ വരെ അതിട്ടിട്ടാവും കാണുക. വേഗം തെറ്റിപ്പിരിയും ചെയ്യും. കാരണം എന്താ? ഞാൻ വന്നപ്പോൾ കണ്ട പെണ്ണല്ല എന്നാ പറയാം. കാരണം അവൾ ഇതൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴുകിയിട്ട് പിറ്റേന്ന് 2 ദിവസം പിന്നെ യഥാർത്ഥമായ മുഖമാണ് കണ്ടപ്പോൾ ഇതല്ലല്ലോ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മറ്റേ വിഷയമൊക്കെ വരിക. സാറാനെ കാണിച്ച് സൂറാനെ കെട്ടിച്ചെന്നാണ്. സംഗതി കണ്ടത് ആദ്യം സാർ തന്നെയാണ്. പക്ഷേ ഒരുപാടുണ്ടായിരുന്നു, പുട്ടി അടിച്ചൊക്കെ വളരെ ഇതിലായിട്ട് വന്നിരുന്നത്. ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഭാര്യയ്ക്ക് അണിഞ്ഞൊരുങ്ങാം, അവിടെ അണിഞ്ഞൊരുങ്ങാൻ പറ്റുള്ളൂ. അണിഞ്ഞൊരുങ്ങാൻ പറ്റുക അങ്ങനെയാണ്. ഇതൊക്കെ പാലിക്കാതെയാണെന്ന് സമൂഹം നടക്കുന്നത്. ഇതൊക്കെ പുറത്തുള്ള വീടുകളല്ല പറയുന്നത്, നമ്മളെ വീടുകളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെങ്കിലും ഈ വിഷയത്തിൽ ഇതിന് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന നിയമങ്ങൾ നമുക്ക് ബാധകമാണ് എന്നുള്ളവർ ചിന്തയോടുകൂടി പറയണം.